അമ്പലപ്പുഴയിലെ വിജയത്തിന് പിന്നാലെ ജി സുധാകരൻ ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ ചാരുമൂട്ടിലെ രക്തസാക്ഷി മണ്ഡപത്തിലെത്തി സുധാകരൻ പുഷ്പാർച്ചന നടത്തി. ഭുവനേശ്വറിന്റെ രക്തസാക്ഷിത്വം സംബന്ധിച്ച പ്രസ്താവനകൾ മുൻപ് വിവാദമായിരുന്നു. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകാനായി ചേരുന്നു. അശ്വിൻ, തെരഞ്ഞെടുപ്പ് കാലത്ത് ജി സുധാകരൻ നേരിട്ട ഏറ്റവും വലിയ വിമർശനം സഹോദരന്റെ രക്തസാക്ഷിത്വത്തെ പോലും വഞ്ചിച്ചു എന്നുള്ളതായിരുന്നു. പക്ഷേ വലിയ വിജയത്തിന് പിന്നാലെ സുധാകരൻ അവിടേക്ക് എത്തുകയാണല്ലേ? എന്തായാലും ഈ വിവാദങ്ങൾക്ക് ശേഷം ഇന്നേ വരെ ജി സുധാകരൻ ചാരുമൂട്ടിലുള്ള സഹോദരൻ പോയിരുന്നില്ല. തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോടെ കുടുംബസമേതം അദ്ദേഹം ചാരുമൂട് CPM ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയത്. കോൺഗ്രസിന്റെ പിന്തുണ തേടിയതിനു ശേഷം, പ്രത്യേകിച്ച് CPM ബന്ധം ഉപേക്ഷിച്ചതിനു ശേഷം ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വവും ബന്ധപ്പെട്ട് അദ്ദേഹം അതുവരെ വെച്ചു പുലർത്തിയിരുന്ന നിലപാടുകളെല്ലാം തകിടം മറിയുകയും ജി ഭുവനേശ്വരനെ കൊന്നത് KSU-DSU പ്രവർത്തകർ എന്നുള്ള ആരോപണം മാറ്റിയത് നായർ പ്രമാണിമാരുടെ മക്കൾ എന്നുള്ള അവരാണ് കൊന്നത് എന്നടക്കമുള്ള പ്രസ്താവനകളിലേക്ക് സുധാകരൻ വലിയ തോതിൽ മാറ്റം സംഭവിച്ചിരുന്ന കാലമൊക്കെ വലിയ വിവാദമായിരുന്നു. അതിനുശേഷം ഈ ജി ഭുവനേശ്വരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പല പ്രസ്താവനകളും വലിയ വിവാദമായി മാറുകയും ചെയ്തു. CPIM ജി സുധാകരനെ പ്രതിരോധിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നതും ജി ഭുവനേശ്വരന്റെ പേര് തന്നെയാണ്. അത്തരത്തിൽ വിവാദങ്ങൾ അടങ്ങാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ഭുവനേശ്വരന്റെ രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിനെ പാർട്ടി എന്ത് മറുപടി പറയും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇത് കൂടാതെ വലിയ ചുടുകാട്ടിലടക്കം എത്തി VS അച്യുതാനന്ദന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ കൂടി അദ്ദേഹം എത്തുന്നതാണ് അറിയാൻ കഴിയുന്നത്. അക്ഷിത, സുഹേൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.